ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ചില്ലി ഗ്രേവി റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് പൊറോട്ടയാണ്. അപ്പം പൊറോട്ടയുടെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട ചേർക്കാണ്ട് പാല് ചേർക്കാണ്ട് വേശി അടിക്കാണ്ട് അതുപോലെ കുഴച്ചെടുക്കാത്ത സൂപ്പർ ഈസി പൊറോട്ട റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി കണ്ടു നോക്കാം. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗാർലിക് പൗഡറാണ്, അതൊരു 1 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. പക്ഷേ ജിഞ്ചർ പൗഡർ എടുക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഇല്ല എന്നാണെങ്കിൽ പേടിക്കേണ്ട. അതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കന് നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. വെള്ളത്തോട് കൂടിയിട്ട് ചേർക്കരുത്. അപ്പം പിന്നെ നമ്മുടെ ഈ ഒരു ബാറ്റർ ഭയങ്കര ലൂസായി പോകും. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം സോയ സോസിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും. ആ ഒരു ഉപ്പ് മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിതിലോട്ട് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ മുമ്പ് ഈ ചിക്കൻ ചില്ലി ഗ്രേവി റെസിപ്പി വേറൊരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മുട്ട ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിപ്പോൾ മുട്ട ചേർക്കാണ്ടാണ് ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. മുട്ട ചേർക്കാണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്താൽ ഇത് ഭയങ്കര ലൂസായി പോകും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോട്ടിങ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വെള്ളം ചേർക്കരുത്. നല്ല തിക്കായിട്ട് വേണം, ഇതുപോലെ വേണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്ന അത്രയും സമയം വെക്കുക. കൂടുതൽ നേരം ഫ്രീസറിൽ വെക്കേണ്ട, ഒരു 5-10 മിനിറ്റൊക്കെ വെക്കുക. അപ്പോഴേക്കും നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുട്ട ചേർക്കുന്നില്ല എന്നാണെങ്കിൽ ഇതുപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലോണം ചൂടുണ്ടായിരിക്കണം എണ്ണ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കോട്ടിങ്ങോട് കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടില്ല. ഫ്ലെയിം കുറച്ച് വെച്ചാലും പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ കോട്ടിങ് പോകും കേട്ടോ. നമ്മൾ മുട്ട ചേർക്കാണ്ടാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു വശം നന്നായിട്ട് കുക്കായ ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 വശവും നല്ലോണം ഗോൾഡൻ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. പക്ഷേ നമ്മൾ ചിക്കന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ബാച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2ാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഫ്ലെയിം ഒന്ന് കൂട്ടി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായ ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, എന്നാലേ നമുക്ക് കോട്ടിങ് പോവാണ്ട് ചിക്കൻ കിട്ടുകയുള്ളൂ. മുമ്പത്തെ ചിക്കൻ ചില്ലി ഗ്രേവി റെസിപ്പിയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ട ചേർക്കാണ്ട് ഇതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ചില്ലി ഗ്രേവിയുടെ കൂടെ ഉണ്ടാക്കുന്നത് പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ടയുടെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇത് കാണിക്കുന്നില്ല. അപ്പം ഈ ഒരു പൊറോട്ട റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സിമ്പിളായിട്ടുള്ള, വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെസിപ്പിയാണ്. അപ്പോൾ മാവ് ഒന്നും അധികം കുഴച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ചെറുതായിട്ടൊന്നും എല്ലാം കൂടി കുഴച്ചെടുത്ത ശേഷം നമ്മൾ സാധാ മൈദപ്പൊടിയോടുള്ള മാവ് കുഴച്ചെടുത്ത ശേഷം അത് ചെറിയ ബോൾസാക്കിയിട്ട് ഓയിലിൽ ഒന്ന് കുതിർത്ത് വെക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ മുട്ടയോ അല്ലെങ്കിൽ പാലോ ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ വീശി അടിക്കൊന്നും വേണ്ട. വളരെ തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് ഓയിലാണ്. ഓയിലൊന്ന് ഈ ബോൾസൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കും. അത്രയേ ഉള്ളൂ. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ മുമ്പത്തെ ആ ഒരു പൊറോട്ട റെസിപ്പിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാം കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ വീശി അടിക്കൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് നല്ല തിന്നാക്കിയിട്ട് പരത്തുന്നു, എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നു. പിന്നെ ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് അതിലോട്ട് മാവിലോട്ട് ഞാൻ 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിന് സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടോ അങ്ങനെ ചേർക്കുമ്പോൾ. അത് ഞാൻ മുമ്പത്തെ റെസിപ്പിയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പൊറോട്ട അവിടെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കുക, കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ചില്ലി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം ആദ്യം. അപ്പോൾ സോസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും. അപ്പോൾ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോണ്ട. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഇനി കുറച്ചുകൂടെ കൂടി പോയാലും കുഴപ്പമില്ല, കാരണം നമുക്ക് ഇത് നമ്മുടെ ഗ്രേവി റെഡിയാക്കാൻ വേണ്ടി കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സോസ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ്, പുളി, മധുരമൊക്കെ പാകമാണെന്ന് നോക്കുക കേട്ടോ. പാകം അല്ലെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ എല്ലാതും. ഇനി ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഈ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അപ്പം ഒരുപാട് എണ്ണ ഒഴിക്കരുത് കേട്ടോ, കാരണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ ചില്ലിക്ക് എണ്ണ ഉണ്ടാവും, മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ വരരുത്. ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്, ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി കുറച്ച് മതി കേട്ടോ, വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറച്ച് മതി. ഒരു 4 പച്ചമുളക് അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ, ഈ 4 ചേരുവകൾ ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചൈനീസ് വിഭവങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാവണം, എന്നാലേ ആ പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം വഴറ്റിയൊന്നും എടുക്കണ്ട, ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ 2 സവോള അതുപോലെ ഡൈസ് ചെയ്തതും പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. അതും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാടൊന്നും വഴറ്റിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് ഇങ്ങനെ ചുങ്ങി വരും. അപ്പം അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു കടിക്കുന്ന ഒരു പരുവം കിട്ടും. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കോൺഫ്ലോർ വേണം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ, ഈ ഒരു ടീസ്പൂണിൽ 2 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ചേർക്കുമ്പോഴും എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ചിക്കനിലോട്ട് ഒഴിക്കുന്ന വെള്ളം അതിനൊക്കെ അനുസരിച്ച് വേണം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അത് നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ സോയ് സോസ് ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ സോസിലോട്ട് സോയ് സോസ് ഒഴിച്ചിട്ടില്ല കേട്ടോ, ഇതിലോട്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോസിൻ്റെ കൂടെ തന്നെ 1 കപ്പോളം വെള്ളം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോസ് ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഈ വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം കുക്കാവണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ സോസ് ഒന്ന് റെഡിയായ ശേഷം മാത്രമേ ചിക്കൻ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ആദ്യം ചിക്കൻ ചേർത്തിട്ട് മുകളിൽ സോസ് ഒഴിക്കുമ്പം ആ ഒരു ടേസ്റ്റ് തന്നെ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ചിക്കൻ ഇടുന്നുള്ളൂ. പിന്നെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാൻ ഒട്ടും നിർബന്ധമില്ല. അത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇനി കളർ ആഡ് ചെയ്തില്ലെങ്കിൽ ആ ഒരു കളർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒട്ടും നിർബന്ധമില്ല കേട്ടോ, ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. മാക്സിമം ഒഴിവാക്കുക കളറ്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ സെലറി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഇതിലോട്ട് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ചിലർക്ക് കൂടുതൽ ഗ്രേവിയൊക്കെ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ തന്നെ എല്ലാതും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പോളം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മൾക്കിതിലോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ വെള്ളം അത്യാവശ്യം ഒഴിച്ചിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക, എന്നാലേ നമുക്ക് നല്ല കറക്റ്റായിട്ട് പാകത്തിൽ കിട്ടുള്ളൂ കേട്ടോ ആ ഒരു ഗ്രേവി. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കോൺഫ്ലോർ നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് മാത്രം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. വേണമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായി പോവും. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രേവി ഒന്നും കിട്ടില്ല.
ഇപ്പോൾ തന്നെ കണ്ടോ നല്ലോണം കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവം മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് സോസൊക്കെ നമ്മൾ എടുത്തില്ലേ ആദ്യം, അത് നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നാണെങ്കിൽ സോസ് കുറച്ചും കൂടി കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. ഒരുപാട് നേരം ഇതും കുക്ക് ചെയ്യേണ്ട, നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലി ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ചില്ലി ഗ്രേവിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലി ഗ്രേവി നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് പൊറോട്ടയുടെ കൂടെയാണ്. അപ്പോൾ പൊറോട്ട നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇനി ചുട്ടെടുക്കണം. പിന്നെ മുമ്പത്തെ റെസിപ്പിയിൽ ഞാൻ പൊറോട്ട ചുട്ടെടുക്കുന്ന സമയത്ത് നെയ്യ് ചേർക്കുന്നത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു മണമൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നെയ്യ് രണ്ട് സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ റോൾ ചെയ്ത് വെച്ച ഇതുപോലെ ആദ്യം ഒന്ന് പരത്തിയെടുക്കണം. പരത്തുമ്പം ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര അമർത്തി പരത്തത്, ഒന്ന് ലൈറ്റായിട്ട് പരത്തി കൊടുത്താൽ മതി. നല്ല തിന്നാക്കി പരത്തും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ 2 പാൻ വെച്ചിട്ട് ചുട്ടെടുക്കുവാണ് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്, ഒരു പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ പാനിലോട്ട് ഇട്ട് കൊടുത്ത സമയത്ത് അപ്പോൾ തന്നെ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പൊറോട്ടയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ പൊറോട്ട ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു വശം ഭയങ്കരമായിട്ട് കുക്കായിട്ട് തിരിച്ചിടാനും നിൽക്കരുത്, ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ 2 പാനിലോട്ടും പൊറോട്ട ഒന്നിങ്ങനെ പരത്തിയിട്ട് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കണ്ട. ഇനി നമുക്ക് രണ്ടെണ്ണം ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഞാൻ കാസ്ട്രോളിലാണ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ലേയേഴ്സോട് കൂടിയിട്ടുള്ള നല്ല മുരുമുരാന്നുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിക്കായിട്ട് നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ പൊറോട്ട ചുട്ടിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുത്ത ശേഷം പിന്നെ നമ്മൾ കാസറോളിൽ ഇട്ട് വെക്കണം, എന്നാലേ നമുക്ക് കുറേ കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ലേയേഴ്സോട് കൂട്ടിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. ഞാനിതിലോട്ട് മാവിലോട്ട് കുറച്ച് പാൽപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വേറൊരു ടേസ്റ്റും കൂടി വന്നു. അതുപോലെ നെയ്യിലാണ് ചുട്ടെടുത്തുള്ളത്, അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ ചില്ലി ഗ്രേവി, അത് എടുത്ത് പറയേണ്ടെന്ന് ആവശ്യമില്ല, കാരണം ചിക്കൻ ചില്ലി ഗ്രേവിയും പൊറോട്ടയും സൂപ്പർ കോമ്പിനേഷനാണ്. ബീഫ് വേറൊരു ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ എന്നാലും ഒരു ചൈനീസും പിന്നെ നമ്മുടെ കേരള പൊറോട്ടയും കൂടി വരുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ചിക്കൻ ചില്ലി ഗ്രേവി അല്ലെങ്കിൽ ഗാർലിക് ചിക്കൻ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ടയുടെ കൂടെ. അപ്പോൾ വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കൂ ഡിന്നറിന്. ഇനിയിപ്പോൾ എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. ചിക്കൻ ചില്ലി ഗ്രേവിയും അതുപോലെ പൊറോട്ടയും ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കൂ. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.